അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനായി KCB വീണ്ടും അണിയറ പ്രവർത്തനം തുടങ്ങി. ടൂറിസം പദ്ധതി കൂടി കൂട്ടിച്ചേർത്താണ് പുതിയ നീക്കം ആരംഭിച്ചത്. ലോക നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി അതിരപ്പള്ളിയെ മാറ്റുമെന്ന് KCB പറയുന്നു. സീപ്ലെയിൻ അടക്കം ഡാമിന്റെ ഭാഗമായി കൊണ്ടുവരും. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സീഎർത്ത് എന്ന സ്ഥാപനത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മാർച്ച് 19 ചേർന്ന KCB ബോർഡ് യോഗമാണ് 163 മെഗാവാട്ട് ശേഷിയുള്ള അതിരപ്പള്ളി പദ്ധതി വീണ്ടും നടപ്പിലാക്കാനുള്ള നടപടി തുടങ്ങിയത്. വൈദ്യുതി ഉൽപാദനം മാത്രമല്ല, മെഗാ ടൂറിസം പദ്ധതിയായി അതിരപ്പള്ളിയെ മാറ്റിയെടുക്കാനാണ് തീരുമാനം. ഡാം നിർമ്മിച്ചാൽ വേനൽക്കാലത്തും പദ്ധതി പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാവുമെന്നാണ് KCB പറയുന്നത്. സീപ്ലെയിൻ, ഗ്ലാസ് അക്വേറിയം, ബോട്ടിംഗ്, വാക്ക്വേ, ആംനിറ്റി സെന്ററുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ അതിരപ്പള്ളിയിൽ കൊണ്ടുവരും. ഇതിനോടൊപ്പം ആദിവാസികൾക്കായി ട്രൈബൽ സ്കൂള്, ആശുപത്രി എന്നിവയും നിർമ്മിക്കും. കോഴിക്കോട് ആസ്ഥാനമായ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആർക്കിടെക്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അഥവാ സീഎർത്തിനോട് സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ KCB ചുമതലപ്പെടുത്തി. 23 മീറ്റർ ഉയരത്തിലാണ് ഡാം നിർമ്മിക്കേണ്ടത്. ഡാം വന്നാൽ വാഴച്ചാൽ ഡിവിഷന് കീഴിലെ 136 ഹെക്ടർ വനം വെള്ളത്തിനടിയിലാവും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിൽ ഇതിന് പകരമായി വനവൽക്കരണം നടത്താമെന്നാണ് KCBയുടെ വാദം. 46 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് അതിരപ്പള്ളിക്ക് വേണ്ടിയുള്ള ചർച്ചകളും നീക്കവും. പരിസ്ഥിതി പ്രവർത്തകരുടെയും ആദിവാസികളുടെയും CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കാനാവാത്തത്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, മീഡിയ 1.